ഇന്തോനേഷ്യ, തിമോർ, സിംഗപ്പൂർ, പാപ്പുവ ന്യൂഗിനിയ എന്നീ നാടുകളിലേക്ക് ഫ്രാൻസിസ് പാപ്പ നടത്താൻ പോകുന്ന ഇടയ സന്ദർശനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് നൽകി വത്തിക്കാൻ മാധ്യമ വിഭാഗം. സെപ്റ്റംബർ 2 മുതൽ 13 വരെ പാപ്പ നടത്തുന്നത് 45ാമത്തെ വിദേശ അപ്പസ്തോലിക പര്യടനമാണ്. സെപ്റ്റംബർ 3 മുതൽ 6 വരെ പാപ്പ ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലായിരിക്കും. 9-ാം തീയതി കിഴക്കേ തിമോറിന്റെ തലസ്ഥാനമായ ദിലിയിൽ പാപ്പയെത്തും. 11-ാം തീയതി വരെ അവിടെ തങ്ങുന്ന പാപ്പ അന്ന് സിംഗപ്പൂരിലേക്ക് പോകും. 13-ന് തന്റെ സന്ദർശനം പൂർത്തിയാക്കി പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങും. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ വിതച്ച കനത്ത ദുരന്തങ്ങളിൽ നിന്ന് കരകയറി വരുന്ന ഇറാഖിൽ ക്രൈസ്തവ യുവജനങ്ങൾ ഒരുമിച്ചുകൂടി. അങ്കാവ ഇറബലിയിലെ മാർ ഏലിയ ദേവാലയ അങ്കണത്തിൽ നടന്ന 7ാമത് വാർഷിക യുവജന സംഗമത്തിൽ ഇറാഖിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2000-ഓളം യുവജനങ്ങൾ ഒത്തുകൂടി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്നേഹത്തിന്റെ സന്തോഷം എന്ന പ്രമേയത്തിൽ ഊന്നി ഇർബലിയിലെ കൽതായ അതിരൂപതയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ അയച്ച സന്ദേശം പരിപാടിക്കിടെ വായിച്ചു. ഇർബലിയിലെ കൽതായ ആർച്ച് ബിഷപ്പിനെ അഭിസംബോധന ചെയ്ത് പരോളിൻ യുവജനങ്ങളുടെ വാർഷിക സമ്മേളനത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ സന്തോഷം പ്രകടിപ്പിച്ചു. ഫ്രാൻസിസ് പാപ്പ പാപ്പുവ ന്യൂഗിനിയ സന്ദർശിക്കുന്ന അവസരത്തിൽ പാപ്പയ്ക്കായി പരിപാടികൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് തെരുവിൽ നിന്നുള്ള ഒരു കൂട്ടം കുട്ടികൾ. സന്ദർശനത്തിന്റെ 2ാം ദിവസം ഫ്രാൻസിസ് പാപ്പ തലസ്ഥാനമായ പോർട്ട് ഓഫ് മോറസിലെ സന്ദർശിക്കുന്ന അവസരത്തിലായിരിക്കും ഈ കുട്ടികൾ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. സൊസൈറ്റി ഓഫ് ഹാർട്ട് ഓഫ് ജീസസ് സിസ്റ്റേഴ്സിന്റെ പരിചരണത്തിന്റെ കീഴിലുള്ള കുട്ടികളാണിവർ. നിരാലംബരായ കുട്ടികൾക്കും മറ്റുള്ളവരെ പോലെ അവസരങ്ങൾ ഉറപ്പാക്കുകയും അവരുടെ ശോഭനമായ ഭാവിക്കായി അവരുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിനി ഫാസോയിലെ ക്രിസ്ത്യൻ പള്ളിയിൽ ഇസ്ലാമിക തീവ്രവാദികൾ 26 പേരെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ഓഗസ്റ്റ് 25-ന് പടിഞ്ഞാറൻ ബുർക്കിനി ഫാസോയിലെ സനാബെ പട്ടണത്തിലെത്തിയ തീവ്രവാദികൾ ക്രൈസ്തവ കൂട്ടക്കൊല നടത്തുകയായിരുന്നു. സംഭവത്തെ പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡ് അപലപിച്ചു. ഗ്രാമം വളഞ്ഞ ജിഹാദികൾ പുരുഷന്മാരായ എല്ലാ ക്രൈസ്തവരെയും ക്രൈസ്തവ വിശ്വാസത്തെ പിന്തുണയ്ക്കുന്നവരെയും കെട്ടിയിട്ടു. വൈകാതെ ഇവരെ എല്ലാവരെയും അടുത്തുള്ള ക്രിസ്ത്യൻ പള്ളിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. 26 പുരുഷന്മാരെയും തീവ്രവാദികൾ കഴുത്തറുത്ത് കൊന്നുവെന്നാണ് റിപ്പോർട്ട്. 2024 മെയ് മുതൽ വടക്കു പടിഞ്ഞാറൻ ബുർക്കിനി ഫസോയിൽ 100 ക്രൈസ്തവരെയാണ് കൊല്ലപ്പെട്ടത്. സെപ്റ്റംബർ മാസത്തിൽ ഭൂമിയുടെ നിലവിളിക്കായി പ്രാർത്ഥിക്കാൻ ഫ്രാൻസിസ് പാപ്പ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. സെപ്റ്റംബർ മാസത്തെ പ്രാർത്ഥനാ നിയോഗവുമായി ഓഗസ്റ്റ് 30-ന് പുറത്തിറക്കിയ വീഡിയോയിലാണ് കാലാവസ്ഥാ പ്രതിസന്ധികൾ മൂലം വലയുന്ന ഭൂമിക്കായി പ്രാർത്ഥിക്കാൻ പാപ്പ ആഹ്വാനം ചെയ്തത്. നമ്മൾ ഓരോരുത്തരും ഭൂമിയുടെ നിലവിളിയെയും പാരിസ്ഥിതിക ദുരന്തങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഇരകളുടെ ആശങ്കകൾ ഹൃദയം കൊണ്ട് ശ്രവിക്കുകയും നാം വസിക്കുന്ന ലോകത്തെ പരിപാലിക്കാൻ വ്യക്തിപരമായി സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്നതിനായി ഈ മാസം പ്രത്യേകം പ്രാർത്ഥിക്കാമെന്ന് ആഹ്വാനത്തോടെയാണ് പാപ്പ തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്.